എല്ലാവർക്കും നമസ്കാരം. നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടുള്ള ഒരു ആക്സിഡന്റ് ആയിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വാൽപ്പാറയിൽ നടന്നത്. നമുക്ക് ആർക്കും മറക്കാൻ പറ്റാത്ത ഒരു ആക്സിഡന്റ് ആയിരുന്നു ഇത്. ഈ ഒരു ആക്സിഡന്റ് മുൻകൂട്ടി പ്രവചിച്ചതായി ഒരു ഇൻസ്റ്റാ പോസ്റ്റ് ഞാൻ കാണാനിടയായി. അറിയുമായ 007 എന്ന ഇൻസ്റ്റയിൽ അക്കൗണ്ടിൽ നിന്നും താൻ ടെലിപ്പതിയായിട്ട് ഈ ഒരു അപകടം മുൻകൂട്ടി കണ്ടതായിട്ടാണ് പറയുന്നത്. ആ പോസ്റ്റ് വന്ന കമന്റിന് അറിയുമായ കൊടുത്ത റിപ്ലൈ ആണ് ഈ കാണുന്നത്. ഈ ആക്സിഡന്റ് നടന്ന ശേഷം ആർവിമായ തന്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത ഒരു കാര്യമാണ് ആക്സിഡന്റ് നടന്ന വണ്ടിയുടെ നമ്പരും തന്റെ 2 വീലറിന്റെ നമ്പരും സെയിം ആണെന്ന്. വിധിയെ വെല്ലുവിളിച്ചതുകൊണ്ടാണ് ഇങ്ങനെ സെയിം നമ്പർ ആകാൻ കാരണമെന്നാണ് ആർവിമായ തന്റെ പോസ്റ്റിലൂടെ പറയുന്നത്. മറുനാട് മലയാളി എന്ന് പറഞ്ഞൊരു ഓൺലൈൻ ചാനലിനകത്ത് ആർവിമായുടെ ഒരു ഇന്റർവ്യൂ കണ്ടായിരുന്നു. അപ്പൊ അതിൽ പറയുന്നത് താൻ ഒരാളുടെയും അങ്ങനെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല, മാക്സിമം ആളുകളിൽ താൻ കണ്ട കാര്യം എത്തിക്കാന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ പറയുന്നത്. ഈ വീഡിയോ കണ്ടപ്പോൾ തൊട്ട് ഫുൾ കൺഫ്യൂഷനാണ്. എന്ത് വിശ്വസിക്കണം എന്ത് വിശ്വസിക്കേണ്ടെന്നുള്ളത്. ശരിക്കും ആർവിമായ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കാണാനുള്ള കഴിവുണ്ടായിരിക്കും. അങ്ങനെ കണ്ടിട്ടായിരിക്കും പുള്ളിക്കാരി ഇങ്ങനെയുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്തിട്ടുണ്ടാകുക. കാരണം ഇതിൽ 16 പേരുണ്ടാവും, 3 കുട്ടികളുണ്ടാവും, കൊക്കയിലേക്ക് വണ്ടി മറിയുന്നു, അതുപോലെ പുള്ളിക്കാരിയുടെ വണ്ടിയുടെ നമ്പരും ഈ ആക്സിഡന്റ് ആയ വണ്ടിയുടെ നമ്പരും സെയിം. അപ്പം ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എന്തോ ഒരു കൺഫ്യൂഷനും എന്തൊക്കെയോ ഒരു കൺഫ്യൂഷൻ പോലെ എനിക്ക് തോന്നി. അതുപോലെ നമുക്ക് ഈ സമയം എന്ന് പറഞ്ഞാൽ അവധിക്കാലാണ്, ഒത്തിരി യാത്രകളും ട്രിപ്പുകളും ഒക്കെ പ്ലാൻ ചെയ്ത് പോകുന്ന ഒരു സമയം കൂടാണ്. അപ്പം വണ്ടികളാണെങ്കിലും ജീപ്പ്, കാർ, നമുക്ക് ഇപ്പോൾ ഡെയിലി ഇങ്ങനെയുള്ള കുറെ ആക്സിഡന്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ജസ്റ്റ് ആനിയും ഉണ്ടാകും എന്നുള്ള രീതിയിൽ ഒന്ന് പ്രവചിച്ചിട്ടതാണോ? അപ്പം ശരിക്കും എന്താണ് സത്യം എന്നുള്ളത് കറക്റ്റ് അറിയത്തില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?